അലൈക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും പിന്നെ ലഞ്ച് പ്രിപ്പറേഷനൊക്കെയാണ് കാണിക്കുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇന്ന് ഞാൻ രാവിലെ ഉണ്ടാക്കുന്നത് നീർദോശയാണ്. ഇത് ഞാൻ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള അരിയാണ്. ഇതിപ്പോൾ രാവിലെയാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഇത് നമുക്ക് തലേ ദിവസം ഇട്ടിട്ട് രാവിലെ അരച്ചെടുത്തിട്ട് അപ്പം തന്നെ ചുട്ടെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ 1 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് ചോറ് എന്ന അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ അരച്ചെടുക്കുമ്പോൾ ചോറും പച്ചരിയും അതിൻ്റെ സെയിം അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നീർദോശ ഉണ്ടാക്കുമ്പോൾ ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ നോക്കിയിട്ട് ലൂസായിട്ടുള്ള രൂപത്തിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ രാവിലെയാണ് അരച്ചെടുത്തത്. പക്ഷേ രാവിലെ അരച്ചെടുക്കുകയാണ് ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ പറയില്ല. തലേ ദിവസം അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം ചുട്ടെടുക്കുക. രാവിലെ മൊത്തത്തിലൊരു തിരക്കായിരിക്കില്ലേ. വലൈക്കും അസ്സലാം. മാവ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അന്നുവിനെ മദ്രസയിലേക്ക് വിടാണ്. അപ്പുറത്ത് ദോശ ചുട്ടെടുക്കണമെന്ന് അതിൻ്റെ ഇടയിൽ ഞാൻ കടലക്കറി ആക്കലാണ്. സവാളയും തക്കാളിയും എണ്ണയിലേക്ക് ഇട്ടിട്ട് വാടിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്ന അളവിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേവിച്ച് വെച്ച കടലയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇതിപ്പോൾ കറി ഇതാ തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈസി അല്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ചായക്ക് കുടിച്ചതിന് ശേഷം ഞാനിത് ലഞ്ചിന് വേണ്ടിയിട്ട് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കലാണ്. പയറുപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. പയറപ്പുറത്ത് വേവുന്ന സമയം കൊണ്ട് ഞാൻ മോരുകറി ഉണ്ടാക്കുകയാണ്. കുമ്പളങ്ങ കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് അതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഇത് 2 വിസിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. കുമ്പളങ്ങ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ജീരകം ചേർത്തരച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് 1 ഗ്ലാസ് മോര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കടുകും കറിവേപ്പില ഇട്ടിട്ട് അതൊന്ന് തളിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതാ ഞാൻ മീൻ കറി ഉണ്ടാക്കുകയാണ്. മുളകിട്ടിട്ടുള്ള മീൻ കറിയാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ ഫ്രൈ ചെയ്യാറില്ല മീൻ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ കുറുക്കിയിട്ടൊരു കറി ഉണ്ടാക്കും. ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ കറികളൊന്നും ഐശുവിനും അഞ്ഞൂനൊന്നും ഇഷ്ടമല്ല. പയറൊന്നും ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ പൊട്ടറ്റോ എടുത്ത് കൊടുത്തിട്ട് ഉമ്മ ഇതൊന്ന് ഫ്രൈ ചെയ്ത് തരുവിച്ചു. അപ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്യല്ല കേട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനെ ഗരം മസാലയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് കുറച്ച് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യലാണ്. ഇത് വെന്ത പൊട്ടറ്റോ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പൊട്ടറ്റോ ഒക്കെ ഫ്രൈ ചെയ്തിട്ട് 2 ആൾക്കും ഞാനിതാ ഫുഡ് കൊടുത്തിട്ടുണ്ട്. ഈ മുന്നിൽ കാണുന്ന പ്ലാന്റ് ഇല്ലേ, ഇത് 2 ആളും പറയും ഇത് ക്രിസ്മസ് ട്രീ ആണെന്ന്. എന്നിട്ട് അവരെന്നെ സെറ്റ് ചെയ്ത് വെച്ചാണ് കേട്ടോ ഇതൊക്കെ. നാല് മണിയൊക്കെ ആയപ്പോൾ ഉമ്മത പൂള വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെറും ഉപ്പിട്ടിട്ട് വേവിക്കില്ല, അങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയും അരിമുളകും കൂട്ടിയിട്ട് ഒരു ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. ഉപ്പ് ഇട്ടിട്ട് ലാസ്റ്റ് അതിന് മുകളിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു ചമ്മന്തി റെഡിയായി.
ഇതുപോലെ കോരിയിൽ അരച്ച ചമ്മന്തിക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നല്ലേ ഈ ഒരു കോരിയില്ല, ഇത് പണ്ട് തറവാട്ടുള്ള സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്ന കോരിയാണ് കേട്ടോ. അതുപോലെ ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രമായിരിക്കും ഇത്രയും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക്. ഇതുപോലുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.